അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്റെ ഉമ്മ എന്നോട്, എന്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങൾ എങ്ങനെ ഹാഫിളാക്കാൻ ഉമ്മ വിട്ടില്ലെങ്കിൽ എന്താവുമായിരുന്നു. ഒരു പാവം, അള്ളാഹു അതിന് ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു അതിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഈ ദുനിയാവിന്റെ കൊച്ചുകൂരയിൽ ഒരുമിച്ച് കൂട്ടിയവരെ റബ്ബെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം. തെറ്റ് ചെയ്യാൻ തലയിലുണ്ട്. അത്ഭുതത്തെ നിന്റെ മുഴുവൻ തെറ്റും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പുറത്തു തരാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതെ, നീ ആയുസ്സിൽ ചെയ്ത മുഴുവൻ തെറ്റും ഒരൊറ്റ സെക്കൻഡ്, എത്ര നിന്റെ വ്യഭിചാരവും കള്ളുകൂടിയും സാർവതും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുന്ന വിക്രിയാൻ പറഞ്ഞിട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം കഅബാലയത്തിന്റെ മക്കാവിലെ തവാഫ് ചെയ്യുമ്പോഴാ ഒരു തേജസ്സാർന്ന മുഖവുമായ ഒരു സുന്ദരനായ മനുഷ്യൻ കഅബയുടെ തൂണിൽ പിടിച്ചിട്ട് കില്ലയിൽ പിടിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ 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 അല്ലാഹുമ്മ യാ മൻ ലാ യസ്അലുഹു സമഅന സമീന വമൻ ലാ യഖ്റുതുഹു സായിലൂൻ يا من لا يتبرأ إلهاء الملهين أرهني حلاوة رحمتك. ഇങ്ങനെ ഒരു വാള് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്ക് സ്വന്തമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യൻ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ യാ മൻ ലാ യസ്അലുഹു സമഉന സമഇന, എന്റെ കൂടെ പറ, യാ മൻ ലാ യസ്അലുഹു സമഉന സമഇന വമൻ ലാ യുഹ്രിതുഹു സായിലൂൻ യാ മൻ ലാ യതബറഉ ഇൽഹാഅൽ മുൽഹീൻ അരിഹിനി ഹലാവത റഹ്മതിക. അല്ലാഹുവേ എത്ര പേര് 10,000 ഒരേ സമയത്ത് സംഭവിച്ചാലും ആ ശബ്ദങ്ങൾ കലോസരമില്ലാത്തവനെ തമ്പുരാനെ, ലക്ഷങ്ങൾ ഒരേ സമയത്ത് ചോദിച്ചാലും ആ സമയത്തെല്ലാം ഓരോരുത്തരുടെ ശബ്ദവും വേദനിച്ച് കേൾക്കുന്നവനെ തമ്പുരാനെ, അരിഹിനി അരിഹിനി ഹലാവത റഹ്മതിക. നിന്റെ കാരുണ്യത്തിന്റെ മാധുര്യം എനിക്ക് നൽകണേ അല്ലാഹ്. ഇത് കേട്ട അലി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദുആ വല്ലാത്ത ദുആയാണല്ലോ, ആ ദുആ നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു പറയുമോ? ആരാണെന്നറിയില്ല, ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ചു പറയുമോ? ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, ആ ദുആ നിനക്ക് ഇഷ്ടപ്പെട്ടോ മനുഷ്യ? ഞാൻ ദുആ ചെയ്യുന്നത് നീ കേട്ടോ? അതേ, നിങ്ങൾ ദുആ ചെയ്ത അപൂർവമായ ദുആ ഞാൻ കേട്ടു മഹാനവറുകളെ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നാൽ കേട്ടോ, ആരെങ്കിലും ഒരാൾ ആ ദുആ, ഞാനീ പറഞ്ഞ ദുആ ഏതെങ്കിലും ഒരാൾ അതുപുറത്തുള്ള സ്വലാ കേൾക്കണേ പെങ്ങള്, പാക്കവിയുടെ സമ്മാനമാണിത്, ആരും കാണാത്ത മഹാന്റെ അവസാനമാണിത്. ഈ ദുആ ആരെങ്കിലും 5 വക്തത്തെ നിസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ വലിയ കൊടുംപാവം നീ ജീവിതത്തിൽ ചെയ്താലും, ആകാശത്ത് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളുടെ എണ്ണത്തേക്കാൾ പാപം ഈ ദുനിയാവിൽ നീ ചെയ്താലും, ഈ ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തേക്കാൾ വലിയ പാപം ഈ ദുനിയാവിൽ നീ ചെയ്താലും, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ പാപങ്ങൾ മുഴുവനും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മനുഷ്യൻ പറഞ്ഞു അത്രേ, ഈ ദുആ എല്ലാ 5 വക്തത്തെ നിസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ ആകാശത്ത് കാണുന്ന നക്ഷത്രത്തിന്റെ എണ്ണത്തിന് ഈ ഭൂമിയിൽ കാണുന്ന മണൽത്തരിയുടെ എണ്ണത്തിന് തുല്യമായി പാപം എത്ര നീ ചെയ്താലും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അല്ലാഹു നിനക്കത് പുറത്തു തരുന്ന ദുആയാണിത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളാരാ? അനാഹൂക്കൽ ഖളറു, ഞാൻ നിന്റെ സഹോദരനായ ഖളറാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി